നിന്റെ തിരക്കെല്ലാം ഞാൻ അറിഞ്ഞു. എന്നാ അല്ല, ഞാൻ ഇന്നലെ കണ്ട് തിരക്ക്. എവിടുന്നാ എന്നെ കണ്ടിനാ? പിന്നെ നിന്നെ അല്ലാണ്ട് എനിക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ? നീ നീ ഇന്നലെ ഒരു പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അതാരാ? ഇന്നലെയാ? എപ്പോ കണ്ടേ? ഒരു വൈകുന്നേരം. അത് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ ജോലി പോയ വീട്ടിലെ അവരുമായിട്ട് ഞാൻ എന്നോട് കൂടെ സംസാരിക്കുന്നത്. ഒരു ഗൾഫുകാരന്റെ ഭാര്യ. ആ ആ അത് ഓർക്ക് പെട്ടെന്ന് സുഖമില്ല പറഞ്ഞിട്ടൊന്ന് എന്നെപ്പനം വരുമോന്ന് ചോദിച്ചിട്ട് പോയതിന്. അനുവിടുന്ന കണ്ടത്? ഞാൻ കണ്ടു. അപ്പൊ അതായിരിക്കും നിന്റെ വരവെല്ലാം കുറഞ്ഞതല്ലേ? അതൊന്നുമല്ല, ശരിക്കും പണീന്റെ തിരക്കുള്ളതുകൊണ്ടാ. ആയിക്കോട്ടെ. അല്ല, ഇപ്പം വരവ് അങ്ങോട്ടായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ അവര് അത് എന്നെ ഇടക്കിടെ വിളിക്കും എന്തെങ്കിലും ആവശ്യത്തിനല്ലോ. നല്ലതാണ് അത്. നല്ലോണം സംസാരിക്കാനും എന്നാ എന്തെങ്കിലും ആവശ്യം വിളിക്കും. പിന്നെ എവിടെയും പോകാനെല്ലാം വിളിക്കലുണ്ട്. അപ്പൊ പണി തീർന്നിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല, എന്താവശ്യത്തിന് എന്നെ വിളിക്കല്? സാധനം മേടിക്കാനും പിന്നെ അവർക്ക് ആരും ഇല്ല ഒപ്പരം. അല്ല, ആവശ്യമല്ല എനിക്കറിയാം. ഞാൻ വെറുതെ വിളിക്കുന്നുണ്ടല്ലാണ്. ആവശ്യത്തിനല്ലേ എന്നെ വിളിക്കുന്നുണ്ടാവും അല്ലേ? അങ്ങനെയൊന്നുമല്ല. അതിനും അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ല. ഇല്ല, ഞാൻ അറിഞ്ഞിനി എന്റെ ആവശ്യവും പോക്കും. അതൊന്നും അതിനോട് പറയാൻ മാത്രം അങ്ങനെ അനുവിനെ അറിയുന്ന ആരും ഇല്ലല്ലോ. അതെല്ലാം ഞാൻ അറിയൂ. ഇന്നലെ ഞാൻ എങ്ങനെ എന്നെ കണ്ടേ? അനു അന്നേരം എവിടെയാ പോയിന്? ഞാൻ ടൗണിൽ പോകുമ്പോ ഞാനിങ്ങനെ പുറത്തുപോയതാണ്. ഇപ്പൊ ഞാൻ വിളിച്ചാൽ നിനക്ക് വരാൻ നേരമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോയി. അല്ല, അത് തിരക്കായോണ്ടാണ്. ഇത് പിന്നെ പെട്ടെന്ന് സുഖമില്ല പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അന്നേരാന്ന് പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അതെ, ഞാനും അങ്ങനെ വിളിക്കലുണ്ടല്ലോ. അന്നേരം ഞാൻ എത്തില്ലേ വിളിക്കുമ്പോ? നീയിപ്പോ കളിക്കല കൊറേ ആയില്ലേ അങ്ങനെ വരാതത് ഞാൻ വിളിച്ചിട്ട്? അതുകൊണ്ടല്ല, അങ്ങനെ ഉഴപ്പൊന്നുമല്ല. അത് അവരെ എന്നാ വിളിക്കുമ്പോ പിന്നെ ഞാൻ വിചാരിക്കും പോയിക്കളെ, പാവല്ലേന്ന് വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അതൊന്നല്ല, അതിന് എന്തോ വേണ്ടെന്ന് വിചാരിച്ചിട്ട്. അതായത് അത് അവര് ഗൾഫില് ഭർത്താവായതുകൊണ്ട് പിന്നെ ഒറ്റക്ക് പോകാൻ വൈകുന്നേരമാകുമ്പോ ഒറ്റക്ക് പോകാൻ മടിയാണ്. അതുകൊണ്ട് എന്നോട് വരുമോന്ന് ചോദിച്ചിട്ടാ. എനിക്ക് പുതിയ ആളെ കിട്ടിയപ്പോ ഇപ്പം പിന്നെ പഴയ ആളെന്തിനല്ലേ? അങ്ങനെയൊന്നുമില്ല. പുതിയ ആള് പഴയ ആള് നല്ലോണ്ടാ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇത് പറ, എന്റെ അനുവടിയാ പോയിനു? അത് ഞാൻ പോയതെന്ത് നീ അറിയുന്നു? ഞാൻ പോയത് പറഞ്ഞില്ല. അനുവടിയാ പോയിന്? അങ്ങനെ പല സ്ഥലത്തും പോകുന്നില്ല. എവിടെയാ പോയിനെന്ന് പറ. ഞാന് അങ്ങനെ ടൗണെല്ലാം ചുറ്റാൻ പോയി. ഒറ്റക്കാ? ഇരട്ടക്കാന്ന് എന്തിനാ? നിന്നെ വിളിച്ചിട്ട് വന്നിട്ടില്ലല്ലോ. അതിപ്പോ അതിന് ടൗണ് ചുറ്റാൻ പോകുന്നതിന് എന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. അതിനിപ്പോ എന്നെ കണ്ടോണ്ടല്ലേ. അല്ല, ഞാൻ എന്നിട്ട് വേറെ ആളെ വിളിച്ചു. അനു വേറെ ആള്? അല്ല, അനുവിനെന്തേനും ടൗണിൽ നിന്നാ മേടിക്കാനുള്ളതിനു? ടൗണിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ട്, അങ്ങനെ ഇറങ്ങിയതാ. അപ്പൊ അത് നീ തിരക്കിട്ടിട്ട് അവരഞ്ചു പോകുന്ന കണ്ടു. അപ്പൊ ഞാൻ മനസ്സിലായി, അപ്പൊ ഞാൻ വിളിച്ചിട്ട് വരാതെ ഇതാണല്ലേ. അതൊന്നല്ല, അവർക്ക് ഇത് ഒറ്റക്ക് ഇത് എന്നോട് പറഞ്ഞ് ഇത് അനീഷിന് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ ഓടിച്ചോളൂ, എന്റെ അപ്പുറം ബാക്കിൽ ഇരുന്നാ മതി, അഥവാ ക്ഷീണങ്ങാനായില്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, അവർക്ക് സുഖമില്ല പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ച് അതിന്റെ തിരിച്ച് വീട്ടിൽ വന്ന്. അല്ല, അപ്പൊ നിനക്ക് എപ്പ ലൈസൻസ് കിട്ടിയത് സ്കൂട്ടി ഓടിക്കേ?
സ്കൂട്ടി ഞാൻ ഓടിച്ചിട്ടില്ല, എനിക്ക് ഓടിക്കാൻ അറിയാലോ, ലൈസൻസ് കിട്ടിയിട്ടില്ലേ ഉള്ളൂ. അല്ല, ഓടിക്കാനറിയാം, അങ്ങനെ നീ ഓടിക്കാൻ പറ്റുമോ? ഞാൻ ഓടിച്ചിട്ടില്ലേനു. ഓർക്കൊരു ധൈര്യത്തിന് ബാക്കിൽ ഇരുന്നിയാന്ന് പറയാം. ആ, വീട്ടിലിരുത്തിട്ട് എന്നാ ചെയ്തേ? ഇരുന്നിട്ടെന്നാ ചെയ്യണ്ടേ? ഉം. ആണോ? അല്ല, പറ്റിയിരുന്നോ അല്ല ദൂരോട്ട് മാറിയിരുന്നോ എന്ന് അറിയേണ്ടിട്ട്. അതിന് കണ്ടിട്ടില്ലേ എങ്ങനെ ഇരുന്നു? അങ്ങനെ തന്നെ ഇരുന്നു. ഗട്ടറിൽ വീണു? ഗട്ടറിൽ വീണിട്ടൊന്നുമില്ല. അത് അതിനും അങ്ങനെയൊന്നും വിചാരിക്കുന്ന പോലൊന്നുമില്ല. കൊണ്ടാക്കിട്ട് പിന്നെ എപ്പോഴാ മടങ്ങിയേ? മടങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ചായ എല്ലാം വെച്ചാൽ ചായയും കുടിച്ചിട്ട് മടങ്ങി. ഇനി ആടെ വേറെയൊന്നും എന്നും തന്നിട്ടില്ല? വേറെയൊന്നും തന്നിട്ടില്ല? വേറെ ഒന്നും തോന്നിട്ടില്ല. വേറെ ഒന്നും വരണ്ടേ? നല്ല സുഖമില്ലാണ്ടായിട്ടിരിക്കുന്നത്. ഞാനവിടെ പണിയെടുത്തല്ലേ കുറെ കാലം, എന്നുണ്ട് പണി. അതെയാ? അപ്പൊ തരുമായിരിക്കും. അതിന് വന്നാ ഉദ്ദേശിക്കുന്നു. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം. പൊട്ടം കളിക്കൊന്നും വേണ്ട. അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും എല്ലാം തീരുമാനം. അല്ല, ഒരിക്കൽ തന്നതാണല്ലോ, അതുകൊണ്ട് പിന്നെ അത് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഒറ്റയിരിക്ക ഒന്നൊറ്റയിരിക്ക. അത് എന്താ പറയണ്ടേ, ഗൾഫുകാരന്റെ കൊറേ കാലായിട്ട് ആരും ഒന്നുമില്ല അങ്ങനെ പിന്നൊന്നുമില്ല. ഗൾഫുകാരൻ്റെ പറ്റൂല കൊറേ കാലത്ത് ഉപയോഗിക്കുന്നത്. അതല്ല, അങ്ങനെയല്ല. അത് അവര് അന്ന് അങ്ങനെ നിർബന്ധിച്ചിട്ട് അങ്ങനെ ആയിപ്പോയത്. പിന്നെ ഒന്നുമില്ല. പിന്നെ അവര് ഇങ്ങനെ ഒരാളില്ലാണ്ട് എന്തെങ്കിലും വിളിക്കുമ്പോ ഞാൻ പോണല്ലേ. അത് ഒന്നിച്ച് ആളില്ലാതെ പിന്നെ വിളിക്കുന്നു. നീ സഹായിച്ചു കൊടുക്കണ്ടേ? പിന്നെ എല്ലാം പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കണം. അങ്ങനെ സുഖമില്ലാതായാലും അല്ലെങ്കിൽ നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പോ ചിലപ്പോ വിളിച്ചാലും പോവും. സാധനം എന്താ വാങ്ങുക? എന്താ വെജിറ്റബിൾ മേടിക്കാനാ? വെജിറ്റബിള് മാത്രമൊന്നുമല്ല, അവരെല്ലാ സാധനം മേടിക്കും. വെജിറ്റബിള് മേടിക്കലുണ്ടാവും, ഞാൻ അറിയില്ല. നീ കൊണ്ടുകൊടുക്കലുണ്ടോന്ന് അറിയാനാ? എനിക്കല്ലേ കൊണ്ട് തിരിപ്പ്. അത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് തിരക്ക് ഇല്ലാതെ വിളിച്ചാൽ വരൂലേ? അതെ, നിന്റെ തിരക്കല്ലേ കഴിഞ്ഞിട്ട് പോ. തിരക്കിന് കുറച്ചും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും ഉണ്ടാവില്ല. കൊറേ കാലത്തേക്ക് പണി കുറവായിരിക്കും. തിരക്ക് ഇപ്പൊ വീട്ടിലായിരിക്കും എനിക്ക് പെണ്ണുങ്ങളെ. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അതെ, അത് പണി കഴിഞ്ഞാല് വേറെ പണിയില്ലേ? അതൊന്നും അങ്ങനെ പറയുന്നു. അങ്ങനത്തെ പണിയൊന്നുമില്ല. അങ്ങനെ തന്നെയാണ്. ചെലപ്പോ അല്ലേ. നീ ഇന്ന് പോയിട്ടില്ല? എടാ, ഇന്ന് പണിക്ക് പോയിട്ടുണ്ടല്ലേ ഉള്ളേ? അല്ല, എന്താ ആടെ പണിയെടുക്കാതെ? പിന്നെ ആടെ അവർക്ക് ഇനി ടൈലെല്ലാം ഇറക്കണോ, എന്നാലേ പണി ഉണ്ടാവും. ഞാൻ തന്നെ ഇറക്കും. പൈസ അസുഖമല്ല, പണി ഞാനല്ലേ എടുക്കണ്ടേ. അവർക്കെന്നാ ഞാൻ എടുത്താ ഭക്ഷണമെല്ലാം തരണ്ടേ? ഭക്ഷണമെല്ലാം തരും. പിന്നെ പൈസ വന്നില്ല തോന്നുന്നു ഗൾഫിൽ നിന്ന്, അതുകൊണ്ടാണ് ടൈൽസ് ഇറക്കാതെന്നാ പറഞ്ഞത്. മാസം ലാസ്റ്റേ പൈസ വരും, എന്നിട്ട് ടൈൽസ് ഇറക്കിട്ടാകുമ്പോ എന്നാലും പിന്നെ കുറെ പണി ഉണ്ടാവും അവിടെ. എനിക്കെന്തിനാ പൈസ? കണക്ക് ജീവിക്കുന്നു വേണ്ടേ? എനിക്ക് പൈസക്ക് പകരം വേറെ തരുന്നുണ്ടല്ലോ. പൈസക്ക് പകരം വേറെ തരുന്നില്ലേ?